ജന്മനാ നായരായിട്ടുള്ള ജന്മനാ സുന്ദരനായ ഉണ്ണി മുകുന്ദന്റെ ഇതുവരെയുള്ള ചലച്ചിത്ര ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഹിറ്റ് മുൻപ് ഉണ്ടായിട്ടേയില്ല. ഇതൊന്നും പോരാത്തതിന് ജീവിതത്തിന്റെ തുടക്കകാലത്ത് അദ്ദേഹം ഗുജറാത്തിലെ പ്രാണവായു ശ്വസിച്ച് ജീവൻ നിലനിർത്തുക പോലും ചെയ്തിട്ടുണ്ട്. വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവർ വരരുത്. വയലൻസ് ഇത് മാർക്കോ എന്ന സിനിമയുടെ നിരൂപണമല്ല. നിരൂപിക്കാൻ പാകത്തിന് പോകാൻ മാർക്കോ കണ്ടതുമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നിരൂപണ പ്രവർത്തകനാവാൻ സിനിമ കാണുന്ന ശീലം വേണമെന്നില്ല എന്നുള്ള കാര്യം പോകാൻ അറിയാം. അതുപോലെ തന്നെ സിനിമയെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള അറിവും മണ്ടയിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. കാഴ്ചയുള്ള കണ്ണുകളും നാണമില്ലാത്ത നാവും അതുപോലെ തന്നെ അക്കീരോ കുറോസോവയാണെന്നുള്ള വിചാരവുമുള്ള ആർക്കും വളരെ നിസ്സാരമായി ഒരു നിരൂപക തൊഴിലാളിയാവാൻ ഇന്ന് സാധിക്കും. പക്ഷെ ഒരു വിജയിച്ച നിരൂപണ തൊഴിലാളിയാവാൻ ഇത് മാത്രം പോരാ. തീർച്ചയായിട്ടും സ്വന്തം ആസ്വാദന ശേഷിയെ സ്വയം തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ആളുകളുടെ കാതുകൾ കൂടി ധാരാളം അളവിൽ ലഭിക്കണം. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും വിജയിച്ച ഒരു നിരൂപണ തൊഴിലാളിയാവാൻ പറ്റുള്ളൂ. അത് പോട്ടെ, എന്തായാലും കുറസോവയാണ് എന്നുള്ള വിചാരം മാത്രം പോകനില്ല എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്കുണ്ട്. എങ്കിലും ആ സാഹചര്യ സാധ്യതയെ മുതലാക്കിക്കൊണ്ട് കാണാത്ത മാർക്കോയെ കണ്ട പരുവത്തിൽ നിരൂപിക്കാൻ തൽക്കാലം പോകാൻ നിൽക്കുന്നില്ല. ഓഡിയൻസിന് എന്താണ് ഇഷ്ടം അതേ ചെയ്യും. എന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വലിയ സ്പേസ് കൊടുക്കുന്നില്ല. ഉണ്ണി മുകുന്ദൻ മാർക്കോയിലൂടെ മലയാളക്കരയെ ബോധ്യപ്പെടുത്തുന്ന നവകേരളത്തിലെ ഡിജിറ്റൽ കാല സാമൂഹ്യ സാഹചര്യത്തെ പറ്റിയാണ് പോങ്ങൻ എന്ന് അല്പം ഉറക്കെ ആലോചിക്കുന്നത്. പറയുകയല്ല, കുറച്ച് ഉറക്കെ ആലോചിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വയലൻസ് നിറഞ്ഞ ഒരു സിനിമ, ആ നിലയിലാണ് മാർക്കോയെ യുവ കേരളം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ഇങ്ങനെ വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല. ഇനി ഇറങ്ങത്തില്ല ഇങ്ങനെ പടം. ലാസ്റ്റ് വരെ നമ്മള് ഫസ്റ്റ് അല്ലായിരിക്കും. അടുത്ത 100 കോടിയാ ഉറപ്പാ. അടുത്ത 100 കോടിയാ. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും ഇത്രയും വയലൻസ് നിറഞ്ഞ ഒരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. ലോക ചലച്ചിത്ര ചരിത്രം പോലും ഭയന്നു പെടുക്കുന്നത്രയും ശുദ്ധ വയലൻസാൽ സമ്പന്നമാണ് മാർക്കോ. അങ്ങനെ വിശ്വസിക്കുന്ന ധാരാളം സമാധാന പ്രേമികളെയും ഈ നാട്ടിൽ കാണാം. എന്തായാലും ഹനീഫ് അദേനി രചിച്ച് സംവിധാനിക്കുകയും അതുപോലെ തന്നെ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുകയും ഷമീർ മുഹമ്മദ് കഷ്ണിച്ചൊരുക്കുകയും ചെയ്തിട്ടുള്ള മാർക്കോ കേരളത്തിലെ ക്രിസ്തുമസ് ചിത്രങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ പണം വാരി പടമായി മാറുന്ന കാഴ്ചയാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജന്മനാ നായരായിട്ടുള്ള ജന്മനാ സുന്ദരനായ ഉണ്ണി മുകുന്ദന്റെ ഇതുവരെയുള്ള ചലച്ചിത്ര ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഹിറ്റ് മുൻപ് ഉണ്ടായിട്ടേയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ താരശരീരത്തിന് ഇണങ്ങുന്ന പരുവത്തിലുള്ള ഒരു സിനിമ സംഭവിക്കാത്തത് കൊണ്ടായിരിക്കാം അത്. എന്തായാലും ഉണ്ണി മുകുന്ദൻ ഹിറ്റടിച്ചു. തുടക്കത്തിൽ എന്നോട് ചോദിക്കുന്നതോട് ഞാൻ പറയായിരുന്നു ഒരു സൂപ്പർ സ്റ്റാർ ലോഡിംഗ് ആണെന്ന്. അപ്പൊ എനിക്കിപ്പോ വലിയ സന്തോഷമുണ്ട്. പോങ്ങന്റെ ചോദ്യം ഇതാണ്: ആരാണ് മാർക്കോയെ ഹിറ്റാക്കിയത്? ഉറപ്പായും അത് ഉണ്ണി മുകുന്ദന്റെ ആരാധകരല്ല. അതിന്റെ പിന്നിൽ ഉണ്ണി മുകുന്ദന്റെ ആരാധകർക്ക് പ്രത്യേകിച്ച് യാതൊരു പങ്കുമില്ല. ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടുന്ന ശക്തി അല്ലെങ്കിൽ അതിനുള്ള ഒരു ത്രാണി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരാധകർക്കുണ്ട് എന്ന് വിചാരിക്കുന്നതിൽ ന്യായമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ ജയ് ഗണേഷ് എന്ന് പറയുന്ന ചിത്രം തീർച്ചയായിട്ടും വിജയിക്കുമായിരുന്നു. വിജയിക്കേണ്ട ഒരു ചിത്രമായിരുന്നു അത്. പരാജയപ്പെടാൻ പാകത്തിന് പരുവപ്പെട്ട ഒരു പൊട്ടപ്പടമായിരുന്നില്ല ജയ് ഗണേഷ് എന്ന് പറയുന്നത്. കുടുംബസമേതം കുട്ടികൾക്കൊപ്പം കണ്ട് രസിക്കാൻ കഴിയുന്ന ഒരു കൊച്ചു ചിത്രം. ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച സിനിമ കൂടിയാണല്ലോ അത്, അല്ലെ? അതും മറക്കരുത്, അതും നമ്മൾ ഓർക്കണം. സ്വാഭാവികമായും ഉണ്ണിയുടെ ആരാധകർ വളരെ ആത്മാർത്ഥതയോടുകൂടി വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു പടമായിരുന്നില്ലേ അത്, അല്ലെ? അതൊരു ആരാധകന്റെ ധർമ്മമാണല്ലോ. താൻ ആരാധിക്കുന്ന വ്യക്തി പരാജയപ്പെട്ടു പോവാതിരിക്കാൻ, തന്റെ ആരാധനാമൂർത്തി അങ്ങനെ അങ്ങോട്ട് വിജയിച്ച് വാഴുന്നത് കാണാനാവണല്ലോ ഓരോ ആരാധകരുടെയും താല്പര്യം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നാൽ അതേ സമയത്ത് അതിശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ, എതിർപ്പുകൾ ഒക്കെ തന്നെ ആ സിനിമയ്ക്ക് നേരെ സംഭവിച്ചുകൊണ്ടിരുന്നു നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നിന്ന്. ഒരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായി വളരെ സംഘടിത ബുദ്ധിയോടുകൂടി ആ സിനിമയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അത് ആ സിനിമയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പിശക് കൊണ്ട് അല്ല, അങ്ങനെ ആയിരുന്നില്ല. പകരം അതിൽ നായകനായി അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിശ്വാസത്തെയും ആ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആർജവത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെയും പേരിൽ തന്നെയാണ് ആ സിനിമ ഇത്രയേറെ എതിർക്കപ്പെട്ടത്. എല്ലാം ഓൺലൈനിൽ കിടക്കണ്ടേ? എന്നാൽ സ്വാഭാവികമായിട്ടും ആ സിനിമയെ ആ രീതിയിൽ രാഷ്ട്രീയമായി സമീപിക്കുമ്പോൾ, ഒരു സിനിമയെ ആളുകൾ രാഷ്ട്രീയമായി സമീപിക്കാൻ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ആ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പായിട്ട്, അതിനുള്ള പ്രതിരോധമായിട്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ട് മറുവശത്തുനിന്ന് ഉണ്ണിയെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് ഉള്ള ആലോചന കൂടി നമ്മുടെ മുന്നിൽ വെക്കണം എന്ന് പറയുന്ന ഒരു ചിന്തയാണ് പോകാനുള്ളത്. ശരിയല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും വിജയിക്കുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ജയഗണേഷില് നമ്മള്
ഏതാണ്ട് വിഷു കയ്യിൽ നിന്ന് പോയിണ്ടായിരുന്നു. വിഷു അല്ലേ? ജയഗണേശ വിഷുനാ? ആ, ക്രിസ്മസ് എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അത്ര വലിയ ശക്തിയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തെ രാഷ്ട്രീയമായി പിന്തുണച്ചവർക്കും ഒരു സിനിമ വിജയിപ്പിക്കാനുള്ള ശക്തി കേരളത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ മാർക്കോയുടെ വിജയത്തിൽ ഉണ്ണിയുടെ ആരാധകർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാനുള്ള വകയില്ല. ഉണ്ണിയെ രാഷ്ട്രീയമായി പിന്തുണച്ചവർക്കും അതിനുള്ള അവകാശമില്ല. ഉണ്ണി മുകുന്ദൻ പ്രബുദ്ധ കേരളത്തെ സംബന്ധിച്ച് സംഘിയാണ്. താൻ ഒരു സംഘിയാണ് എന്ന് എവിടെയെങ്കിലും ആ മനുഷ്യൻ നാവെടുത്ത് പറഞ്ഞതായി പോങ്ങൻ അറിവില്ല. പോങ്ങൻ ഒരിടത്തും കേട്ടിട്ടില്ല, പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. ഒരുവിധം ബുദ്ധിയുള്ളവരാരും കേരളത്തിൽ സംഘിയാണെന്ന് പറയില്ല എന്നാണ്, അതായത് ബുദ്ധിജീവികൾ സംഘിയാണ് എന്ന് ഒരിക്കലും പറയില്ല എന്നാണ് വൈപ്പ്. എന്തായാലും ഉണ്ണി മുകുന്ദനെ ബുദ്ധിജീവിയായിട്ട് നമുക്ക് പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലേ? എന്തായാലും അദ്ദേഹം അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല ഞാനൊരു സംഘിയാണ് എന്ന്. എന്തായാലും ഈശ്വരവിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്, പ്രത്യേകിച്ചും ഹനുമാൻ ഭക്തനാണ് എന്ന കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ചന്ദനവും കുങ്കുമവും ഭസ്മവും ഒക്കെ പൂശിയ നെറ്റിയോടുകൂടി തരം കിട്ടുമ്പോഴൊക്കെ പൊതുസമൂഹത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുമുണ്ട്. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുക, പമ്പയിൽ കുളിച്ച് മല ചവിട്ടുക മുതലായിട്ടുള്ള മതേതര വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നുപിന്നു നോക്കാതെ ഏർപ്പെടുന്ന പതിവും അദ്ദേഹത്തിനുണ്ട്. ഇതൊന്നും പോരാത്തതിന് ജീവിതത്തിന്റെ തുടക്കകാലത്ത് അദ്ദേഹം ഗുജറാത്തിലെ പ്രാണവായു ശ്വസിച്ച് ജീവൻ നിലനിർത്തുക പോലും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനുമുപരിയായി ഉണ്ണി മുകുന്ദൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് മോദിജിയെ കണ്ടിട്ടുമുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം പ്രബുദ്ധ കേരളീയർക്ക് മുന്നിൽ സംഖ്യയാവുന്നതിൽ ഒട്ടും അതിശയമില്ല. അതുകൊണ്ട് തന്നെ 2011 മുതൽ 2021 വരെയുള്ള 10 കൊല്ലക്കാലം ഉണ്ണി മുകുന്ദന്റെ ചലച്ചിത്ര ജീവിതം അത്ര കണ്ട് പച്ച പിടിച്ചിരുന്നില്ല. ഗതികെട്ടപ്പോൾ സ്വന്തം നിലയിൽ നിർമ്മാണ കമ്പനി തുടങ്ങി. ആദ്യ ചിത്രം മേപ്പടിയാനായിരുന്നു. അത് വിജയിച്ചു. സംഘികൾ വിജയിപ്പിച്ചു എന്ന പേരുദോഷം കേട്ടെങ്കിലും വാസ്തവത്തിൽ ആ വിജയത്തിൽ സംഘികൾക്ക് പ്രത്യേകിച്ച് യാതൊരു പങ്കുമുണ്ടായിരുന്നില്ല. മേപ്പടിയാനിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. ഹരിതമാനവികരായിട്ടുള്ള സുഡാപ്പികൾ സേവാഭാരതിയുടെ ആംബുലൻസ് കാഴ്ചവെച്ച അഭിനയത്തെ കേരളീയ മതേതരത്വത്തെ താറുമാറാക്കുന്ന ഒരു നീക്കമായി കണ്ട് കണ്ടമാനം വിലപിച്ച കാര്യവും പോകനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കുടുംബ ചിത്രം എന്ന നിലയിൽ ആ സിനിമ വിജയിച്ചു. അതോടെ ഉണ്ണി മുകുന്ദന് നേരെയുള്ള അധിക്ഷേപാക്രമണം സുഡുക്കൾ കൂടുതൽ കരുത്തോടുകൂടി ആചരിച്ചും തുടങ്ങി. ഈ ഷെഫീഖിന്റെ സന്തോഷം നിർമ്മിച്ചുകൊണ്ട് സുഡുക്കളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും സംഘി എന്ന പേരുദോഷം മാറ്റിക്കൊടുക്കാൻ സുഡുക്കൾ തയ്യാറായില്ല. അതിനുശേഷം മമ്മൂട്ടിയുടെ ആന്റണി പെരുമ്പാവൂരായിട്ടുള്ള ശ്രീമാൻ ആൻഡോ ജോസഫ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി മാളികപ്പുറം നിർമ്മിച്ചു. സ്വാഭാവികമായും മമ്മൂട്ടിയുടെ ശബ്ദ സാന്നിധ്യവും മാളികപ്പുറത്തിന് മുതൽക്കൂട്ടായി. അതുകൊണ്ടൊന്നും ഉണ്ണി മുകുന്ദന്റെ സംഗീതോഷം മാറിയില്ല. മാളികപ്പുറത്തിന് പിന്നാലെ വന്ന ജയരാജ് ചിത്രമായിട്ടുള്ള കാഥികൻ, അതുപോലെ തന്നെ രഞ്ജിത്ത് ശങ്കർ ചിത്രമായിട്ടുള്ള ജയ് ഗണേഷ് എന്നിവ സാമാന്യം തരക്കേടില്ലാതെ പരാജയപ്പെടുകയും ചെയ്തു. ഉണ്ണി മുകുന്ദന്റെ ആരാധകരോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള സ്വാധീന ശേഷി വെച്ചു പുലർത്തുന്ന അദ്ദേഹത്തിന്റെ സ്നേഹിതരോ ഒന്നും ആ ചിത്രങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടുന്ന ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി കണ്ടില്ല. കേരളീയ സംഘികളും ഉണ്ണി മുകുന്ദന്റെ സിനിമകളെ കണ്ടില്ല എന്ന് വെച്ചു. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒപ്പം നിന്ന് തങ്ങളെ ഒറ്റുന്നവരെ മാത്രം തിരഞ്ഞുപിടിച്ച് വളർത്തുന്നത് തനതായ അവരുടെ പെരുമാറ്റ സമ്പ്രദായമാണ്. കൂടെ നിൽക്കുന്നവന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവഗണിച്ചും അധിക്ഷേപിച്ചും അപഹസിച്ചും സംഘികൾ ഒറ്റക്കെട്ടായി കൂട്ടത്തിൽ നിന്ന് അവനെ അങ്ങോട്ട് തുരത്തും. സവിശേഷമായിട്ടുള്ള ആ ഒരുതരം സഹകരണ ശൈലി സംഘികളുടെ അടിസ്ഥാന സ്വഭാവത്തിന്റെ ഭാഗമാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളായി ഉണ്ണി മുകുന്ദൻ തന്റെ ഭക്തി പൊതുസമക്ഷത്തിൽ അങ്ങനെ അങ്ങോട്ട് പുറത്തെടുക്കുന്നില്ല. ഹനുമാൻ സ്വാമിയെ പറ്റി 4 ആള് കേൾക്കെ ഒന്നും തന്നെ പറയുന്നില്ല. ചന്ദനമാർക്കോടെ സമൂഹത്തെ നോക്കിയിരുന്ന ഉണ്ണി മുകുന്ദന്റെ ആ തിരുനെറ്റി ഇപ്പോൾ തീർത്തും നഗ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറന്നപടി. തന്റെ ഭക്തിയുടെ അടയാള മുദ്രയായിരുന്ന ചന്ദനമാർക്കോടെയുള്ള ആ തിരുനെറ്റി അങ്ങനെ അങ്ങ് നഗ്നമായപ്പോൾ ഫാസിസ്റ്റായ സംഘി മുകുന്ദൻ മുഴുവൻ മാർക്കോടെ പ്രബുദ്ധ കേരളത്തിൽ ആഘോഷിക്കപ്പെടാൻ കൊള്ളാവുന്ന ഒരു മതേതര താരമായി മാറി. അല്ലെങ്കിൽ ഹനീഫ് അദേനിയും അതുപോലെ തന്നെ ഷെരീഫ് മുഹമ്മദും കൂടി ഉണ്ണി മുകുന്ദൻ എന്ന നടനെ മാർക്കോയിലൂടെ മുഴുവൻ മാർക്കോടെ ഒരു മതേതര താരമാക്കി മാറ്റി. നന്മകൾ. തികഞ്ഞ വർഗീയവാദിയായിരുന്ന ഒരു നടനെ ആഘോഷമൂല്യമുള്ള ഒരു മതേതര താരമാക്കുക മാത്രമല്ല മാർക്കോ ചെയ്തത് കേട്ടോ.
ക്രിസംഗി സംഖ്യയിൽപ്പെട്ട വർഗീയ വിഷരക്ഷസുകൾ കേരളത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു വലിയ കള്ളത്തെ പൊളിക്കുക കൂടിയാണ് മാർക്കോ ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തീവ്ര സമാധാന പ്രേമികളും ഘോര മാനവികവാദികളുമായ ഒരു കൂട്ടം മനുഷ്യരുടെ ഗുദത്തെ അല്ലെങ്കിൽ മൂലക്കുഴിയെ തികഞ്ഞ സംശയത്തോടെ നോക്കിക്കാണാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന സമീപനമായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ചു കാലമായി വർഗീയവാദികളായ സംഘി കൃസംഘികൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്, അല്ലേ? എന്നാൽ സംഘി കൃസംഘികളുടെ വർഗീയാധിഷ്ഠിത അസത്യ പ്രചാരണത്തെ മാർക്കോ പൊളിക്കുകയാണ് ചെയ്യുന്നത്, പൊളിച്ചടുക്കുകയാണ് ചെയ്യുന്നത്. മാർക്കോ എന്ന സിനിമയുടെ പ്ലോട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പോങ്ങന് പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി അങ്ങോട്ട് കിട്ടിയത്. കേരള ദേശത്തേക്ക് കടക്കാനായി സ്വന്തം ഇരിപ്പിടം സ്വർണത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത് സത്യത്തിൽ അടാട്ടു കുടുംബത്തിൽപ്പെട്ട ജോർജ് പീറ്ററിനെ പോലുള്ള ആളുകളാണ്. അല്ലാതെ സമാധാനവാദികളായിട്ടുള്ള മാനവിക മതേതര ബുദ്ധരുടെ മൂലത്തിന് സ്വർണ്ണക്കടത്തുമായി യാതൊരു ബന്ധവുമില്ല. ആ പച്ച സത്യം കൂടി മലയാളക്കര മാർക്കോയിലൂടെ മനസ്സിലാക്കുമെന്നാണ് അതിന്റെ പ്ലോട്ട് വായിച്ചപ്പോൾ ഈ പോങ്ങന് മനസ്സിലായ കാര്യം. എന്തായാലും കാലം മാറി. കാലികമായി സിനിമകളും മാറും, സമൂഹവും മാറും, നമ്മളും മാറും. മാറ്റമൊഴിച്ച് എല്ലാം മാറും. മാറുന്ന കാലത്തിനനുസരിച്ച് മാറാത്തവർ മാറ്റപ്പെടും. നെറ്റിയിൽ ചന്ദനമാർക്കോടെ നടന്നാൽ സാധുവായിട്ടുള്ള ഒരു ഭക്തമനുഷ്യൻ എന്ന നിലയിൽ നിന്ന് കൊടും വർഗീയവാദിയായ ഒരു മതേതര വിരുദ്ധൻ എന്ന തരത്തിലേക്ക് മാറ്റപ്പെടുമെങ്കിൽ ചന്ദനമാർക്കോടെ കാണപ്പെട്ടിരുന്ന തിരുനെറ്റി ചോരമാർക്കോടെ പരിവർത്തനപ്പെടുത്തുന്നത് കാലികമായിട്ടുള്ള ബുദ്ധി മാത്രമാണ്. പോകൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മാറ്റപ്പെടും മുന്നേ മാറിയ ഉണ്ണി മുകുന്ദനുള്ള മതേതര ബുദ്ധരുടെ ക്രിസ്തുമസ് സമ്മാനമാണ് ഈ മാർക്കോ. എന്തായാലും മേപ്പടിയാൻ മുതൽ ജയ് ഗണേഷ് വരെ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച എല്ലാ സിനിമകളും തീർച്ചയായിട്ടും ഈ പോങ്ങൻ കണ്ടിരുന്നു. എന്നാൽ ഈ മാർക്കോ പോങ്ങൻ കാണില്ല. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഒരൊറ്റ കാരണം: വയലൻസ്, വയലൻസ്, വയലൻസ്. ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്.